ഫാസ്റ്റ് പേസ്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. ഇത് ഒന്നും ഞാൻ എവിടെ നിന്ന് പോയി പഠിച്ചതോ അല്ലെങ്കിൽ ഇന്ന ബുക്ക് നോക്കി പറയുന്നതോ അങ്ങനെയുള്ളതൊന്നുമല്ല, എക്സ്പീരിയൻസാണ്. ഞാൻ ഇത്രയും എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ആ എക്സ്പീരിയൻസാണ്. ഒരുപാട് വർഷമുണ്ട് നമ്മൾ പഠിപ്പിച്ച് എനിക്ക് ഒരുപാട് തെറ്റുകൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ബാച്ചൊക്കെ ഫുൾ ഫെയിലിയർ ആയിരുന്നു, അവർക്ക് റീഫണ്ട് കൊടുത്ത് വിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രാജ്വലി ഇവോൾവ് ചെയ്ത് വന്ന എൻ്റെ ഇൻസൈറ്റ് എന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ്, എനിക്ക് വേഗം സംസാരിക്കണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി 10 minutes ഇംഗ്ലീഷ് ലിസണിങ്. ദിവസവും 10 മിനിറ്റെങ്കിലും ഇംഗ്ലീഷ് കേൾക്കണം. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കേൾക്കണം എന്ന് പറയുന്നത്? നമ്മൾ എയിം ചെയ്യുന്നത് എന്തിനാണ്? ഇംഗ്ലീഷിൽ കഥ എഴുതാനല്ല, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനല്ല, ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാനല്ല, മറിച്ച് എന്താണ്? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. സംസാരം എന്ന് പറയുന്ന സംഭവം കേൾവിയുമായിട്ടാണ് കണക്റ്റായിരിക്കുന്നത്. പത്രം വായിച്ച് സംസാരിക്കാൻ പറ്റില്ല, ഗ്രാമർ പഠിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇതെല്ലാം അഡീഷണൽ ഒരു വളരെ എന്താ പറയുക, ഒരു 100 എടുത്തു കഴിഞ്ഞാൽ ഒരു 2% ഉപയോഗമുള്ള കാര്യമാണ് ഈ പത്രം വായിക്കുന്നതൊക്കെ. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. പക്ഷേ നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ യു ഹാവ് ഷിഫ്റ്റഡ് ടു തമിഴ്നാടു, അല്ലെങ്കിൽ തമിഴ്നാട് നിങ്ങൾക്ക് തമിഴ് അറിയാം ഓൾറെഡി. നിങ്ങൾ കർണാടകയിലൊക്കെ പോയി താമസിക്കുവാണ്. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കന്നഡ സംസാരിക്കും. അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് സാധിക്കുന്നത് ലിസണിങ്ങിലൂടെയാണ്. മനസ്സിലായോ? അല്ലാതെ കന്നഡ ഗ്രാമറൊന്നും പോയി പഠിക്കില്ലല്ലോ, കന്നഡ പത്രവും വായിക്കില്ല, ഒന്നും ചെയ്യില്ല കന്നഡയിൽ. പക്ഷേ നമ്മൾ കേൾക്കും, കുറേ കന്നഡ കേൾക്കും. നിങ്ങൾക്ക് നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറബി എടുത്താൽ മതി. നിങ്ങൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ മലയാളികളുടെ കൂടെ അല്ല താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അറബി സംസാരിക്കും. ഒരുപാട് കേൾക്കും നമ്മൾ.